വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ചേച്ചി, സെമിനാറിന് എന്ത് ടോപ്പിക്ക് സെലക്ട് ചെയ്യണം, IEEEയിൽ എന്ത് സെർച്ച് ചെയ്യണം എന്നൊക്കെ. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. CSE, ECE, EEE, മെക്കാനിക്കൽ, സിവിൽ ഇത്രയും ബ്രാഞ്ചുകളുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയ സെമിനാർ ടോപ്പിക്കുകളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മളൊരു സെമിനാർ ടോപ്പിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഓൾറെഡി എല്ലാവരും എടുക്കുന്ന ഓൾഡ് ടോപ്പിക്സ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. അതായത് നമ്മുടെ ഫാക്കൽറ്റി നമ്മുടെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജീസിനെ കുറിച്ചിട്ടായിരിക്കും സെമിനാർ എടുക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു 2025-26 പബ്ലിഷായ പേപ്പേഴ്സ് നോക്കിയിട്ട് വേണം ടോപ്പിക്ക് ചൂസ് ചെയ്യാൻ. പിന്നെ പ്രസൻറ്റേഷൻ കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുമല്ലോ അവർ, അപ്പോൾ നമുക്ക് തിരിച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കും കൂടെ ആവണം. സോ 25-26 പബ്ലിഷായ പേപ്പേഴ്സ് നോക്കിയെടുക്കണം. അതുപോലെ തന്നെ അത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതും കൂടെ ആവണം. ഞാൻ എൻ്റെ സെമിനാർ എടുക്കുന്ന ടൈമിൽ കൂടുതൽ ഞാൻ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്തത് IEEE എക്സ്പ്ലോർ എന്ന് പറയുന്ന സൈറ്റാണ്. അതിൻ്റെ കൂടെ ഗൂഗിൾ സ്കോളർ, സ്പ്രിങ്ങർ ലിങ്ക്, സയൻസ് ഡയറക്റ്റ്, ഇങ്ങനെ കുറേ ഫ്രീ വെബ്സൈറ്റ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ പേര് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യുന്ന ടോപ്പിക്ക് അവിടെ സെർച്ച് ചെയ്യാം. അതായത് നമ്മളവിടെ ഓരോ ടോപ്പിക്കും സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ റിവ്യൂ പേപ്പേഴ്സ് നമുക്ക് കിട്ടും. അത് ഓരോന്നും വായിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ടോപ്പിക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. CSE സ്റ്റുഡൻസിന് ഇപ്പോൾ AI റിലേറ്റഡ് ടോപ്പിക്സാണ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ChatGPT വന്നതിന് ശേഷം AI ഫീൽഡ് വളരെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ജനറേറ്റീവ് AI ഏജൻറ്റ്സ്, AI ഇൻ സൈബർ സെക്യൂരിറ്റി, എഡ്ജ് AI ഇങ്ങനെയുള്ള ടോപ്പിക്സ് സെമിനാറിന് നല്ല ചോയ്സാണ്. അതേപോലെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, പോസ്റ്റ് ക്വാണ്ടം, ക്രിപ്റ്റോഗ്രഫി ഇതെല്ലാം ഫ്യൂച്ചർ ടെക്നോളജീസാണ്. ഇവിടെ ഞാൻ കുറച്ച് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ECE സ്റ്റുഡൻസിൻ്റെ കുറച്ച് ടോപ്പിക്സ് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് ടോപ്പിക്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്സാണ്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ റിസർച്ച് പേപ്പേഴ്സൊക്കെ ആക്റ്റീവാണ്. അപ്പോൾ ഞാൻ തന്ന ഫ്രീ വെബ്സൈറ്റ്സിലൊക്കെ നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് സെർച്ച് ചെയ്യാവുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. അതായത് ഒരു ടോപ്പിക്ക് കിട്ടിയെന്നും പറഞ്ഞ് അത് സെലക്ട് ചെയ്യരുത്. നിങ്ങൾക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. ഇനി IEEE സ്റ്റുഡൻസിൻ്റെ ടോപ്പിക്സ് നോക്കാനാണെങ്കിൽ റിന്യൂവബിൾ എനർജി, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഇതെല്ലാം ട്രെൻഡിങ് ഏരിയ ആണ് നിങ്ങളുടെ. അതേപോലെ തന്നെ സ്മാർട്ട് ഗ്രിഡ്, ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം, വയർലെസ് EV ചാർജിങ് ഇതുപോലുള്ള ടോപ്പിക്സൊക്കെ നല്ല ചോയ്സാണ്. അപ്പോൾ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലോട്ട് പോകാം. മെക്കാനിക്കലുകാർക്ക് ഇപ്പോൾ മെഷീൻസ് മാത്രമല്ല, അവർക്കിപ്പോൾ AI, ഓട്ടോമേഷൻ, റോബോട്ടിക്സ് ഇതൊക്കെ മെക്കാനിക്കൽ ഫീൽഡിൻ്റെ പാർട്ടായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി 5.0, ഡിജിറ്റൽ ട്വിൻ, സ്മാർട്ട് മാനുഫാക്ചറിങ്, കോബോട്ട്സ് ഇതൊക്കെ എല്ലാ കമ്പനീസും റിസർച്ചേഴ്സും ഫോക്കസ് ചെയ്യുന്ന ഏരിയാസാണ്. അതുപോലെ EV ടെക്നോളജിയും ഹൈഡ്രജൻ എൻജിൻസും ഫ്യൂച്ചറിൽ നല്ല സ്കോപ്പുള്ള ടോപ്പിക്സാണ്. അപ്പോൾ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ ടോപ്പിക്സ് നോക്കാം. ഇവിടെ ഞാൻ ടോപ്പിക്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ സസ്റ്റൈനബിലിറ്റിയും സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചറും ഇതൊക്കെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നിങ്ങളുടെ ഏരിയയിൽ. അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റീസ്, ഗ്രീൻ ബിൽഡിങ്സ്, സെൽഫ് ഹീലിംഗ് കോൺക്രീറ്റ് ഇതുപോലുള്ള ടോപ്പിക്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. പിന്നെ നോക്കാനാണെങ്കിൽ നിങ്ങളുടെ കേസ് എടുക്കാനാണെങ്കിൽ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് ഉള്ള ടോപ്പിക് എടുത്താൽ പ്രസൻറ്റേഷൻ കുറച്ചുകൂടി എൻഗേജ് ആക്കാൻ പറ്റും നിങ്ങൾക്ക്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പേപ്പർ നേരെ കോപ്പി പേസ്റ്റ് ചെയ്തൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കി വെക്കരുത്. നമ്മളതിൻ്റെ റിവ്യൂ പേപ്പേഴ്സൊക്കെ വായിച്ചിട്ട് ആൾക്കാരെ എൻഗേജിങ് ആയിട്ട് ഇരുത്താൻ പറ്റുന്ന രീതിയിൽ PPT പ്രസൻറ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ പ്രസൻറ്റേഷൻ PPT ഞാൻ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇട്ട് തരാം. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചാണ്, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചിട്ടേ കൂടുതൽ അറിയാവുള്ളൂ. ബാക്കിയുള്ള ടോപ്പിക്സ് ഞാനിപ്പോൾ റിസർച്ച് ചെയ്ത് നോക്കി കൂടുതൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിങ്ങളുടെ ബ്രാഞ്ചിലൊക്കെ ഏതാണ് ഉള്ളതെന്ന് നോക്കിയിട്ടാണ് ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ PPT നിങ്ങൾക്ക് തരാം. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും എങ്ങനെ വേണം പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ താങ്ക് യു ഓൾ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക.